ഹായ് എവരിവൻ, വെൽക്കം ടു കെമിസ്ട്രി ടിപ്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആസിഡ്, ബേസസ് ആൻഡ് സോൾട്ട്സ്. ആസിഡുകളെക്കുറിച്ചും ബേസുകളെക്കുറിച്ചും ലവണങ്ങളെക്കുറിച്ചുമാണ്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുന്നേ ആസിഡിനെ കുറിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നമുക്കറിയാം ആസിഡിൻ്റെ സോർ ടേസ്റ്റാണ്, പുളി രുചിയാണ് ആസിഡിനുള്ളത്. ഇനി ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം എന്താണ്? ചുവപ്പാണ്. നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകളെല്ലാം വീര്യം കുറഞ്ഞവയാണ്, അതായത് ശക്തി കുറഞ്ഞവയാണ്. നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് തുടങ്ങി ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ആസിഡുകൾ കുറച്ചുകൂടി ശക്തി കൂടിയതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വളരെ ബേസിക് ആയിട്ട് ആസിഡിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി എന്താണ് ആസിഡ്? ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഹൈഡ്രജനെ സ്വതന്ത്രമാക്കാൻ കഴിവുള്ള വസ്തുക്കൾ, പദാർത്ഥങ്ങളെയാണ് നമ്മൾ ആസിഡുകൾ എന്ന് വിളിക്കുന്നത്. രാസപ്രവർത്തനം വഴി ഹൈഡ്രജനെ സ്വതന്ത്രമാക്കാൻ കഴിവുള്ള പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. അപ്പോൾ ആരാണ് ഹൈഡ്രജനെ കുറിച്ച് ആദ്യമായിട്ട് സ്റ്റഡീസ് നടത്തിയതും കണ്ടെത്തിയതും എന്ന് ചോദിച്ചാൽ ഹെൻറി കാവൻഡിഷ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ചില പരീക്ഷണങ്ങളിലൂടെ ലോഹങ്ങൾ ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്ത് ഇവോൾവ് ചെയ്യുമെന്ന് കണ്ടെത്തി? ഹൈഡ്രജൻ വാതകം ഇവോൾവ് ചെയ്യും എന്ന് കണ്ടെത്തി. ഓക്കെ, അപ്പോൾ രാസപ്രവർത്തനം വഴി ഹൈഡ്രജനെ സ്വതന്ത്രമാക്കാൻ കഴിവുള്ള പദാർത്ഥമാണ് ആസിഡ്. അപ്പോൾ ഈ ഹൈഡ്രജൻ എങ്ങനെ വന്നു? ഹൈഡ്രജനെ ആര് കണ്ടെത്തി? ഹെൻറി കാവൻഡിഷ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ചില ലോഹങ്ങളുമായിട്ട് ആസിഡ് പ്രവർത്തിക്കുമ്പോൾ ഒരു വാതകം ഇവോൾവ് ചെയ്യുന്നതായിട്ട് കണ്ടെത്തി. ഈ വാതകം ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത് ഹെൻറി കാവൻഡിഷ് ആണ്. എങ്കിൽ ആ വാതകത്തിന് ഹൈഡ്രജൻ എന്ന പേര് നൽകിയതാരാണ്? ലാവോസിയർ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഹൈഡ്രജൻ എന്ന വാതകത്തെ കണ്ടെത്തിയതും തിരിച്ചറിഞ്ഞതും ഹെൻറി കാവൻഡിഷ് ആണ്. എന്നാൽ ആ വാതകത്തിന് ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ലാവോസിയർ ആണ്. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഒരു രാസപ്രവർത്തനം വഴി ഈ ഹൈഡ്രജനെ സ്വതന്ത്രമാക്കാൻ കഴിവുള്ളവരാണ് ആര്? ആസിഡുകൾ. ഇനി ആസിഡുകൾ പ്രവർത്തനശേഷി കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. എന്താണ്? ആസിഡുകൾ പ്രവർത്തനശേഷി കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാകുന്നു? ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ഉണ്ടാകുന്നു. കാർബണേറ്റുകൾ എവിടെ ഉണ്ടായിരിക്കും? നമ്മുടെ മുട്ടത്തോട്, ചോക്ക്, മാർബിൾ എന്നിവയിലൊക്കെ എന്തുണ്ട്? കാൽഷ്യം കാർബണേറ്റ് ഉണ്ട്. അങ്ങനെയുള്ള കാർബണേറ്റുകളുമായിട്ട് ആസിഡ് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇവോൾവ് ചെയ്യുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു റിയാക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ലോഹം, അതായത് സിങ്ക് മെറ്റൽ Zn, സിങ്കിൻ്റെ കൂടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സിങ്ക് ക്ലോറൈഡും പ്ലസ് ഹൈഡ്രജനും. അപ്പോൾ ഒരു മെറ്റലിൻ്റെ കൂടെ, ഒരു ലോഹത്തിൻ്റെ കൂടെ ആസിഡ് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏത് വാതകമാണ് കിട്ടുന്നത്? ഹൈഡ്രജനാണ് കിട്ടുന്നത്. ഇനി ഒരു കാർബണേറ്റ്, CaCO3, കാൽഷ്യം കാർബണേറ്റിൻ്റെ കൂടെ ഒരു ആസിഡ് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കാർബൺ ഡൈ ഓക്സൈഡ്. ഇവിടെ ബൈ പ്രോഡക്റ്റ് ഉണ്ട്, പ്ലസ് നമുക്ക് എന്ത് വാതകം കിട്ടും? കാർബൺ ഡൈ ഓക്സൈഡാണ് കിട്ടുക. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇത് ഓർത്തിരിക്കണം. ഹൈഡ്രജൻ ലോഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുമ്പോൾ ആസിഡ് ലോഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഇവോൾവ് ചെയ്യും. ആസിഡ് കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ഇവോൾവ് ചെയ്യുന്നു. ഇനി ഹൈഡ്രജൻ, അതായത് H+ അയോണുകളാണ് ആസിഡുകളുടെ ഗുണങ്ങൾക്ക് അടിസ്ഥാനം. ഹൈഡ്രജൻ അയോണുകളാണ്, H+ അയോണുകളാണ് ആസിഡുകളുടെ ഗുണങ്ങൾക്ക് അടിസ്ഥാനം. ഒരു ആസിഡിൻ്റെ ഗുണം പറയുന്നത് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന H+ അയോൺസിൻ്റെ ബേസിസിലാണ്. ഓക്കെ, ഇനി ജലീയ ലായനിയിൽ ഹൈഡ്രജൻ H+ അയോണുകളുടെ അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. അപ്പോൾ ആസിഡിനെ കുറിച്ചൊരു ഡെഫിനിഷൻ ചോദിച്ചാൽ ഇത് ഓർത്തിരിക്കണം. ജലീയ ലായനിയിൽ ഹൈഡ്രജൻ അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. H+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ
കൂട്ടാൻ കഴിയുന്ന പദാർത്ഥങ്ങൾ അവയെയാണ് ആസിഡുകൾ. അപ്പം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? H+ അയോൺസിൻ്റെ ഗാഢത വർദ്ധിപ്പിക്കുക എന്ന് വെച്ചാൽ കൂടുതൽ H+ അയോൺസിനെ ഇവോൾവ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ജലീയ ലായനിയിൽ H+ അയോൺസുകളുടെ ഗാഢത വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആസിഡുകൾ എന്ന് വിളിക്കുന്നത്. H+ അയോണിന് സ്ഥിരത ഇല്ലാത്തതിനാൽ ഇവ H2O തന്മാത്രകളുമായി കൂടിച്ചേർന്ന് ഹൈഡ്രോണിയം അയോൺ ഉണ്ടാക്കുന്നു. അത് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. H+ അയോൺസിന് എന്തുണ്ടാവില്ല? സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. അത് വാട്ടർ മോളിക്യൂളുമായിട്ട് ചേർന്ന് H3O+, അതായത് ഹൈഡ്രോണിയം അയോൺ ഫോം ചെയ്യുന്നു. ഒരു ആസിഡ് തന്മാത്രയ്ക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണമാണ് ബേസികത. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഒരു ആസിഡ് തന്മാത്രയ്ക്ക് അതിൽ നിന്ന് എത്ര H+ അയോൺസിനെ കൊടുക്കാൻ കഴിയുമോ ആ എണ്ണത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബേസികത എന്ന് പറയുന്നത്. ഒരു ആസിഡ് തന്മാത്രയ്ക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണമാണ് ആ ആസിഡിൻ്റെ ബേസികത എന്ന് പറയുന്നത്. ഇനി ബേസികത 1 ആണെങ്കിൽ, അതായത് ഒരു H+നെയാണ് ആ ഒരു ആസിഡിന് കൊടുക്കാൻ കഴിയുന്നതെങ്കിൽ, ബേസികത 1 ആണെങ്കിൽ അവയെ ഏക ബേസിക ആസിഡ്, മോണോബേസിക് ആസിഡ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഏക ബേസിക ആസിഡിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ HNO3, നൈട്രിക് ആസിഡിൽ നിന്ന് നമുക്ക് ഒരു H+നെയാണ് ഇവോൾവ് ചെയ്യിക്കാൻ കഴിയുന്നത്, ഒരു H+നെയാണ് പ്രദാനം ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഒരു H+നെ കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് എങ്ങനെയുള്ള ആസിഡാണ്? മോണോ ബേസിക് ആസിഡാണ്. ഒരു ആസിഡിൽ അതിന് എത്ര H+ അയോൺസിനെ ഡൊണേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എത്ര H+നെ പ്രദാനം ചെയ്യാൻ കഴിയുമോ അതാണ് അതിൻ്റെ ബേസികത എന്ന് പറയുന്നത്. അപ്പോൾ ബേസികത ഒരെണ്ണാണെങ്കിൽ അവയെ ഏക ബേസിക് ആസിഡ് എന്ന് പറയുന്നു. എക്സാമ്പിൾ എന്താണ്? നൈട്രിക് ആസിഡ്, HNO3. ഒരു ആസിഡിൻ്റെ ബേസികത 2 ആണെങ്കിൽ, അതായത് 2 ഹൈഡ്രജൻ അയോൺസിനെ കൊടുക്കാൻ കഴിയും എങ്കിൽ അവയെ ദ്വിബേസിക ആസിഡ്, അതായത് ഡൈബേസിക് ആസിഡ് എന്ന് പറയുന്നു. ഡൈബേസിക് ആസിഡിന് എക്സാമ്പിൾ ഏതാണ്? H2SO4. സൾഫ്യൂരിക് ആസിഡ് ഒരു ഡൈബേസിക് ആസിഡാണ്. H2SO4നെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും? H++ HSO4-. HSO4-ൻ്റെ പേരെന്താണ്? ബൈ സൾഫേറ്റ് അയോൺ. ഇനി ഈ HSO4- എഗൈൻ എന്ത് ചെയ്യും? H++ SO4-. ഈ SO4-ൻ്റെ പേരെന്താണ്? സൾഫേറ്റ് അയോൺ. ആദ്യം HSO4- ബൈ സൾഫേറ്റും SO4-, സൾഫേറ്റ് അയോണും. ഇവിടെ ആദ്യം ഒരു H+നെ കൊടുത്തു, വീണ്ടും ഒരു H+നെ കൊടുത്തു. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിൻ്റെ കേസിൽ അത് എത്ര H+നെ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്? എത്ര ഹൈഡ്രജൻ അയോൺസിനെ പ്രദാനം ചെയ്യുന്നുണ്ട്? 2 ഹൈഡ്രജൻ അയോൺസിനെ പ്രദാനം ചെയ്യുന്നുണ്ട്. അതായത് അതിൻ്റെ ബേസികത എന്ന് പറയുന്നത് 2 ആണ്. സോ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ദ്വിബേസിക ആസിഡ് അല്ലെങ്കിൽ ഡൈബേസിക് ആസിഡ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തതെന്ന് പറയുന്നത് ഒരു ആസിഡിൻ്റെ ബേസികത 3 ആണെങ്കിൽ അവയെ ത്രിബേസിക ആസിഡ്, അതായത് ട്രൈബേസിക് ആസിഡ് എന്ന് പറയുന്നു. ട്രൈബേസിക് ആസിഡിൻ്റെ ഒരു എക്സാമ്പിളാണ് ഫോസ്ഫോറിക് ആസിഡ്. ഓർത്തിരിക്കുക, H3PO4. ഫോസ്ഫോറിക് ആസിഡ് ട്രൈ ബേസിക് ആസിഡിന് എക്സാമ്പിളാണ്. അപ്പോൾ മോണോ ബേസിക്കിന് എക്സാമ്പിൾ ഏതാണ്? നൈട്രിക് ആസിഡ്. ഡൈ ബേസിക്കിന് എക്സാമ്പിൾ സൾഫ്യൂരിക് ആസിഡ്. ട്രൈ ബേസിക്കിന് എക്സാമ്പിൾ ഫോസ്ഫോറിക് ആസിഡ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഇനി കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, ഇങ്ങനെയുള്ള അലോഹ ഓക്സൈഡുകൾ, ഇതൊക്കെ എങ്ങനെയുള്ളതാണ്? അലോഹ ഓക്സൈഡുകളാണ്. അതായത് ഒരു അലോഹം ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് ഉണ്ടായിരിക്കുന്നതാണ്. ഇങ്ങനെയുള്ള അലോഹ ഓക്സൈഡുകൾ ജലവുമായിട്ട് പ്രവർത്തിച്ചുണ്ടാകുന്ന പദാർത്ഥങ്ങൾ ആസിഡിൻ്റെ ഗുണം കാണിക്കും. ഓക്കെ, അലോഹ ഓക്സൈഡുകൾ ജലവുമായിട്ട് പ്രവർത്തിച്ചുണ്ടാകുന്ന പദാർത്ഥങ്ങൾക്ക് എന്തിൻ്റെ ഗുണമായിരിക്കും ഉള്ളത്? ആസിഡിൻ്റെ ഗുണമായിരിക്കും ഉള്ളത്. ഓർത്തിരിക്കണം കേട്ടോ. അലോഹ ഓക്സൈഡുകൾ ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന പദാർത്ഥങ്ങൾക്ക് ആസിഡിൻ്റെ ഗുണമായിരിക്കും ഉണ്ടാവുക. ഇനി ഈ പറഞ്ഞ CO2, SO2, NO2 ഇതൊക്കെ എവിടെ കാണുന്നവയാണ്? അതായത് നമ്മുടെ ഫാക്ടറീസ്, മോട്ടോർ വാഹനങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന പുക, താപവൈദ്യുത നിലയങ്ങൾ, അങ്ങനെയുള്ളവ അധികമുള്ള സ്ഥലങ്ങളിൽ
ഫാക്ടറികൾ അധികമുള്ള സ്ഥലത്ത്, മോട്ടോർ വാഹനങ്ങൾ അധികമുള്ള സ്ഥലത്ത്, താപവൈദ്യുത നിലയങ്ങൾ അധികമുള്ള സ്ഥലത്ത് അവിടെയൊക്കെ വായു മലിനീകരണത്തിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. അത്തരം മേഖലകളിലാണ് ഈ SO2, NO2, CO2 പോലുള്ള വാതകങ്ങൾ ധാരാളമായിട്ട് അന്തരീക്ഷ വായുവിൽ എത്തിച്ചേരുന്നത്. ഇത്തരം വാതകങ്ങൾ മഴവെള്ളത്തിൽ എന്ത് ചെയ്യും? ലയിച്ച് മഴവെള്ളം, അതായത് ഈ അലോഹ ഓക്സൈഡുകളും ജലവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാകുമെന്ന് നമ്മൾ പഠിച്ചു? ആസിഡിൻ്റെ ഗുണം കാണിക്കുമെന്ന് പഠിച്ചു. സോ ഈ വാതകങ്ങൾ നമ്മുടെ മഴവെള്ളവുമായിട്ട് ലയിച്ച് എന്തായിട്ട് മാറും? ആസിഡുകളായിട്ട് മാറി അത് ഭൂമിയിലെത്തും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആസിഡ് റെയിൻ അല്ലെങ്കിൽ അമ്ലമഴ എന്ന് പറയുന്നത്. SO2, NO2 പോലുള്ള വാതകങ്ങൾ അന്തരീക്ഷ വായുവിൽ ധാരാളമായി ഉണ്ട്. ഇവ മഴവെള്ളത്തിൽ ലയിച്ച് ആസിഡുകളായി ഭൂമിയിലെത്തുന്നു. ഇത് അമ്ലമഴ അല്ലെങ്കിൽ ആസിഡ് റെയിൻ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഈ ഒരു പോയിന്റാണ് ഓർത്തിരിക്കേണ്ടത്. അലോഹ ഓക്സൈഡുകൾ ജലവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പദാർത്ഥം എന്തിൻ്റെ സ്വഭാവം കാണിക്കും? ആസിഡിൻ്റെ സ്വഭാവം കാണിക്കും. ഓക്കെ, അടുത്തത്, ഇത് പലപ്പോഴായിട്ട് പല രീതിയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് പദാർത്ഥങ്ങൾ തരും, അതിലടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ആപ്പിളിൽ അടങ്ങിയിരിക്കുന്നത് മാലിക് ആസിഡാണ്, നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്നത് അസ്കോർബിക് ആസിഡാണ്, തേയിലയിൽ ടാനിക് ആസിഡ്, പുളി മുന്തിരി രണ്ടിലും ടാർട്ടാറിക് ആസിഡ്, തക്കാളിയിൽ ഓക്സാലിക് ആസിഡ്, മാംസ്യത്തിൽ എന്താണ്? അമിനോ ആസിഡാണ്, വിനാഗിരിയിൽ അസറ്റിക് ആസിഡ്. ഈ ടേബിൾ പഠിക്കണം കേട്ടോ, ഓർത്തിരിക്കണം. ഇനി ക്യാരം ബോർഡ് പൗഡർ ഒരിക്കൽ ബേസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്യാരം ബോർഡ് പൗഡറിലുള്ളത് ബോറിക് ആസിഡാണ്, ചോക്ലേറ്റിലുള്ളത് ഓക്സാലിക് ആസിഡ്, മണ്ണിൽ ഹ്യൂമിക് ആസിഡ്, നാരങ്ങയിലും ഓറഞ്ചിലും രണ്ടിലും സിട്രിക് ആസിഡാണ്, മരച്ചീനിയിൽ ഹൈഡ്രോസയാനിക് ആസിഡാണ്, കൊഴുപ്പ് എണ്ണ സ്റ്റിയറിക് ആസിഡ്, ചുവന്നുള്ളിയിലായാലും നേന്ത്രപ്പഴത്തിൽ രണ്ടിലും ആയാലും ഓക്സാലിക് ആസിഡ് നമ്മൾ വേറെ ഇവിടെ പഠിച്ചു. ചോക്ലേറ്റിലും ഓക്സാലിക് ആസിഡാണ്, ചോക്ലേറ്റ്, ചുവന്നുള്ളി, നേന്ത്രപ്പഴം. ദെൻ ഉറുമ്പ് കടിക്കുമ്പോൾ ഏത് ആസിഡാണ് നമ്മുടെ ശരീരത്തിലോട്ട് ഇഞ്ചക്റ്റ് ആവുന്നത്? ഫോമിക് ആസിഡാണ്. അതായത് തേനീച്ച കുത്തുമ്പോഴും ഫോമിക് ആസിഡ്. അപ്പോൾ ഉറുമ്പ്, തേനീച്ച രണ്ടിനും ഫോമിക് ആസിഡ്. ദെൻ വെറ്റിലയിലുള്ള ആസിഡാണ് കാറ്റച്യൂണിക് ആസിഡ്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഒരിക്കൽ. വെറ്റിലയിലുള്ള ആസിഡാണ് കാറ്റച്യൂണിക് ആസിഡ്. ഹിപ്നോട്ടിസത്തിന് നമ്മൾ യൂസ് ചെയ്യുന്ന ആസിഡാണ് ബാർബിറ്റ്യൂറിക് ആസിഡ്. കാറിൻ്റെ ബാറ്ററിയിൽ, അത് കുറേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കാറിൻ്റെ ബാറ്ററിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സൾഫ്യൂറിക് ആസിഡാണ്. ദെൻ തൈര്, മോര് ഇതിലെല്ലാം ലാക്റ്റിക് ആസിഡ്. തേങ്ങയിൽ ഏതാണെന്ന് ചോദിച്ചാൽ കാപ്രിക് ആസിഡ്. ദെൻ സോഫ്റ്റ് ഡ്രിങ്ക്സിൽ ഫോസ്ഫോറിക് ആസിഡ്, പാലിൽ ലാക്റ്റിക് ആസിഡ്, സോഡാജലത്തിൽ കാർബോണിക് ആസിഡ്. അപ്പോൾ ഇത്രയും തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം. വൺ വേർഡിൽ എവിടെ നിന്ന് ചോദിക്കും നമുക്കറിയില്ല. ഇത്രയും കാര്യങ്ങൾ ഇത്രയും തരാൻ കാര്യം ഇത് കുറേ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഒരുപാട്. അതുകൊണ്ടാണ് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ടേബിളിൽ തന്നേക്കുന്നത് കേട്ടോ. അപ്പം തീർച്ചയായിട്ടും ഇത് വായിച്ചിട്ട് മനസ്സിലാക്കി വെച്ചിട്ട് വേണം പോവാൻ. ഇനി വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനാണെങ്കിൽ, മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ആസിഡ്, ഈ പറയുന്നതിൽ കൂടുതലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ അസറ്റിക് ആസിഡാണ് ആൻസർ. മനുഷ്യൻ ആദ്യമായിട്ട് കണ്ടെത്തിയ ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡാണ്. ഇനി റബ്ബർ പാല് കട്ടി കൂട്ടുവാനായിട്ട് ചേർക്കുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഫോമിക് ആസിഡാണ്. റബ്ബർ പാല് കട്ടി കൂട്ടുവാനായിട്ട് ചേർക്കുന്നത് ഏതാണ്? ഫോമിക് ആസിഡ്. ഈ ഫോമിക് ആസിഡ് നമ്മൾ എവിടെ പഠിച്ചു? ഉറുമ്പ്, തേനീച്ച ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്നത് ഏതാണ്? ഫോമിക് ആസിഡാണ്. അപ്പോൾ റബ്ബർ പാല് കട്ടി കൂട്ടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോമിക് ആസിഡാണ്. സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നതാണ് സമ്പർക്ക പ്രക്രിയ അല്ലെങ്കിൽ കോണ്ടാക്റ്റ് പ്രോസസ്സ്. സമ്പർക്ക പ്രക്രിയ അല്ലെങ്കിൽ കോണ്ടാക്റ്റ് പ്രോസസ്സ് എന്തിനാണ്? സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയയാണ് സമ്പർക്ക പ്രക്രിയ. ഇനി ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത ആസിഡ്, ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് HCl. അതിൽ ഓക്സിജൻ ഇല്ല. ഇനി അത്ഭുത ഔഷധമൊക്കെ മുൻപ് PSCയുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ആയിരുന്നു. അത്ഭുത ഔഷധം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ആസ്പിരിനാണ്. ആസ്പിരിൻ്റെ രാസനാമം എന്താണ്? അസറ്റൈൽ സാലിസിലിക് ആസിഡ്. അപ്പോൾ അത്ഭുത ഔഷധം എന്നറിയപ്പെടുന്നത് ആസ്പിരിനാണ്. ആസ്പിരിൻ എന്ന് വെച്ചാൽ അസറ്റൈൽ സാലിസിലിക് ആസിഡാണ്.
ഇനി സ്പിരിറ്റ് ഓഫ് സോൾട്ട് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. സ്പിരിറ്റ് ഓഫ് സോൾട്ട് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. നൈട്രിക് ആസിഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് ഓസ്റ്റ്വാൾഡ് പ്രക്രിയ, ഓസ്റ്റ്വാൾഡ് പ്രോസസ്സ്. നൈട്രിക് ആസിഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഓസ്റ്റ്വാൾഡ് പ്രോസസ്സ്. സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിൽ കോണ്ടാക്റ്റ് പ്രോസസ്സ്. ഓയിൽ ഓഫ് വിട്രിയോൾ കുറേ ചോദിച്ചിട്ടുണ്ട്. സൾഫ്യൂരിക് ആസിഡിനെയാണ് ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത്. ഇനി ഏറ്റവും വീര്യം കൂടിയ ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഫ്ലൂറോ ആൻറ്റിമണിക് ആസിഡാണ് കേട്ടോ. ഏറ്റവും വീര്യം കൂടിയ ആസിഡ് ഏതാണ്? ഫ്ലൂറോ ആൻറ്റിമണിക് ആസിഡ്. ഏറ്റവും വീര്യം കുറഞ്ഞ ആസിഡ് ഏതാണ്? ഹൈഡ്രോസയാനിക് ആസിഡ്. വീര്യം കൂടിയത് ഫ്ലൂറോ ആൻറ്റിമണിക് ആസിഡും വീര്യം കുറഞ്ഞത് ഹൈഡ്രോസയാനിക് ആസിഡും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വൺ വേർഡായിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ഓർത്തിരിക്കുക. ദെൻ ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യം കൂടി. മ്യൂറിയാറ്റിക് ആസിഡ് ചോദിച്ചിട്ടുണ്ട്. മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. HCl വേറൊരു കാര്യം നമ്മൾ പഠിച്ചു, എന്താണ്? ഓക്സിജൻ ഇല്ലാത്ത ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതിനെ തന്നെയാണ് എന്തെന്ന് പറയാം? മ്യൂറിയാറ്റിക് ആസിഡ് എന്ന് അറിയപ്പെടുന്നത്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് എവിടെയുണ്ട് നമ്മുടെ ബോഡിയിൽ? ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ഇനി ഏറ്റവും മധുരമേറിയ ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ സൂക്രോണിക് ആസിഡാണ്. ദെൻ ഡൈനാമിറ്റിൻ്റെ, നമ്മൾ കാർ ബാറ്ററിയിൽ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നു പറഞ്ഞു, അതുപോലെ ഡൈനാമിറ്റിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതും സൾഫ്യൂരിക് ആസിഡാണ്. ദെൻ പാലിൽ അടങ്ങിയിരിക്കുന്നത് നമ്മൾ പഠിച്ചു, ലാക്റ്റിക് ആസിഡാണ്. ദെൻ ഗ്ലാസ് ലയിക്കുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രോ ഫ്ലൂറിക് ആസിഡ്. ഗ്ലാസ് ലയിക്കുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോ ഫ്ലൂറിക് ആസിഡാണ്. ദെൻ എല്ലാ ആസിഡുകളിലും ഉള്ള പൊതുഘടകം ഏതാണ്? ഹൈഡ്രജനാണ്. ദെൻ പ്രോട്ടീനിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ നൈട്രിക് ആസിഡാണ് കേട്ടോ. പ്രോട്ടീനിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ആസിഡ് നൈട്രിക് ആസിഡാണ്. നൈട്രിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഓസ്റ്റ്വാൾഡ് പ്രോസസ്സ്. ഇനി അക്വാഫോട്ടിക്സ് എന്നറിയപ്പെടുന്നത് നൈട്രിക് ആസിഡാണ്, ഓർത്തിരിക്കണം. അക്വാഫോട്ടിക്സ് എന്നറിയപ്പെടുന്നത് നൈട്രിക് ആസിഡാണ്. വായുവിൽ പുകയുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ നൈട്രിക് ആസിഡാണ്. സ്വർണത്തിൻ്റെ ശുദ്ധത പരിശോധിക്കുവാൻ ഉപയോഗിക്കുന്നതും നൈട്രിക് ആസിഡാണ്. സ്വർണത്തിൻ്റെ ശുദ്ധത പരിശോധിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നതും നൈട്രിക് ആസിഡാണ്. നൈട്രിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയ നമ്മൾ പഠിച്ചു, ഓസ്റ്റ്വാൾഡ് പ്രോസസ്സ്. ഈ നൈട്രിക് ആസിഡിൻ്റെ ഉപയോഗങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ലോഹങ്ങളിൽ അക്ഷരങ്ങളും ചിത്രങ്ങളും ഒക്കെ ആലേഖനം ചെയ്യുന്നതിന് നൈട്രിക് ആസിഡ് ഉപയോഗിക്കും. അക്വാറീജിയൻ നിർമ്മിക്കുന്നതിന് നൈട്രിക് ആസിഡ് ഒരു കണ്ടൻറ്റാണ്, നൈട്രിക് ആസിഡ് ഉപയോഗിക്കും. റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായിട്ട് നമ്മൾ നൈട്രിക് ആസിഡ് ഉപയോഗിക്കാറുണ്ട്. രാസവളങ്ങളുടെ നിർമ്മാണത്തിന് നൈട്രിക് ആസിഡ് ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഓയിൽ ഓഫ് വിട്രിയോൾ, അത് കുറേ ചോദിച്ചിട്ടുണ്ട്. സൾഫ്യൂരിക് ആസിഡാണ്. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡാണ് കേട്ടോ. അത് മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. രാസവസ്തുക്കളുടെ രാജാവ് എന്ന് ചോദിച്ചാൽ സൾഫ്യൂരിക് ആസിഡാണ്. ഇനി ഡൈല്യൂട്ടഡ് ഫിനോൾ എന്നറിയപ്പെടുന്നത് കാർബോളിക് ആസിഡാണ്. ഓക്കെ, ഇത്രയൊക്കെ തന്നെ ഓർത്തിരിക്കാനായിട്ടുള്ളൂ. ദെൻ നമുക്ക് അടുത്തത് പോവാം. ആൽക്കലി. ആസിഡിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനി ആൽക്കലിയെ കുറിച്ച് ബേസിക് ആയിട്ട് പറഞ്ഞാൽ ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നു. കാര രുചിയാണ് ഇവർക്കുള്ളത്. ദെൻ ഒരു വഴുവഴുപ്പുള്ള ആ ഒരു ടെക്സ്ചറാണ്, അതായത് ഒരു സ്ലിമ്മി ടെക്സ്ചറാണ് ആൽക്കലിക്കുള്ളത്. ഇനി ലോഹങ്ങളുടെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും അറിയപ്പെടുന്നതാണ് ആൽക്കലികൾ. എന്താണ്? ലോഹങ്ങളുടെ ഓക്സൈഡിനെയും ഹൈഡ്രോക്സൈഡിനെയാണ് നമ്മൾ ആൽക്കലികൾ എന്ന് വിളിക്കുന്നത്. ജലത്തിൽ ലയിക്കുമ്പോൾ ഹൈഡ്രോക്സൈഡ് അയോണുകളെ പ്രദാനം ചെയ്യുന്നു. ആസിഡ് എന്ത് കൊടുക്കും? H+ അയോൺ, ഹൈഡ്രജൻ അയോണുകളെ കൊടുക്കും. എന്നാൽ ആൽക്കലികൾ എന്ത് കൊടുക്കും? ഹൈഡ്രോക്സൈഡ് അയോണുകളെ, OH- അയോണുകളെ കൊടുക്കും. ജലത്തിൽ ലയിക്കുമ്പോൾ ഹൈഡ്രോക്സൈഡ് അയോണുകളെ കൊടുക്കുന്നവയാണ് എന്ത്? ആൽക്കലികൾ. ഓക്കെ, ഇനി ജലത്തിൽ ലയിക്കുന്ന ബേസുകളാണ് ആൽക്കലികൾ. ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ജലത്തിൽ ലയിക്കുന്ന ബേസുകളാണ് ആൽക്കലികൾ. ഇനി ജലീയ ലായനിയിൽ ഹൈഡ്രോക്സൈഡ് അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആൽക്കലികൾ. അപ്പോൾ ജലീയ ലായനിയിൽ ഹൈഡ്രജൻ അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കുന്നത് ആസിഡും ഹൈഡ്രോക്സൈഡ് അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കുന്നത് ആൽക്കലികളും. ഓക്കെ,
ജലത്തിൽ ലയിക്കുന്ന ബേസുകളെയാണ് നമ്മൾ ആൽക്കലികൾ എന്ന് വിളിക്കുന്നത്. ജലത്തിൽ ലയിക്കുമ്പോൾ ഹൈഡ്രോക്സൈഡ് അയോണുകളെ പ്രദാനം ചെയ്യുന്നു. അപ്പോൾ ജലീയ ലായനിയിൽ ഹൈഡ്രോക്സൈഡ് അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആൽക്കലികൾ. ഓക്കെ, ദെൻ ഇത് ഓർത്തിരിക്കണം കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ബേസുകളും ആൽക്കലികളല്ല. അപ്പോൾ നമ്മൾ ബേസ് എന്ന് പറയുമ്പോഴും ആൽക്കലി എന്ന് പറയുമ്പോഴുള്ള വ്യത്യാസം എന്താണ്? എല്ലാ ബേസുകളും എന്തല്ല? ആൽക്കലികളല്ല. എന്നാൽ എല്ലാ ആൽക്കലികളും ബേസുകളാണ്. ഓർത്തിരിക്കുക കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞു ജലത്തിൽ ലയിക്കുന്ന ബേസുകളാണ് ആൽക്കലികൾ. അപ്പോൾ എങ്ങനെയാണ് ഒരു വ്യത്യാസം വന്നത്? ബേസുകൾ തന്നെയാണ്, പക്ഷേ ജലത്തിൽ ലയിക്കുന്നവ, ജലത്തിൽ ലയിക്കാത്തവ, അങ്ങനൊരു വ്യത്യാസം വന്നു. ജലത്തിൽ ലയിക്കുന്ന ബേസുകളാണ് ആൽക്കലികൾ. ഓക്കെ, ജലത്തിൽ ലയിക്കാത്ത ബേസുകളെ നമ്മൾ ആൽക്കലിയുടെ കൂട്ടത്തിൽ കൂട്ടാറില്ല. NaOH, KOH എന്നിവ ആൽക്കലികളാണ്. എന്നാൽ NaOH ബേസാണ്, KOH ബേസാണ്, ഇവയെല്ലാം ജലത്തിൽ ലയിക്കുന്നു, അവയെല്ലാം ആൽക്കലികളാണ്. എന്നാൽ അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, കോപ്പർ ഹൈഡ്രോക്സൈഡ്, CuOH2 എന്നിവ ബേസുകളാണ്. നമുക്കറിയാം OH അയോൺസിനെ കൊടുക്കുന്നുണ്ട്, ഹൈഡ്രോണിയം അയോൺസിനെ കൊടുക്കുന്നുണ്ട്. അവ ബേസുകളാണ്. ആണെങ്കിലും ജലത്തിൽ ലയിക്കാത്തതിനാൽ അവയെ ആൽക്കലികളായി കണക്കാക്കാൻ കഴിയില്ല. ക്ലിയർ ആണല്ലോ? അപ്പോൾ ജലത്തിൽ ലയിക്കുന്ന ബേസുകളെയാണ് നമ്മൾ ആൽക്കലികൾ എന്ന് വിളിക്കുന്നത്. AlOH ത്രൈസ്, CuOH2 എന്നിവ ബേസുകളാണ്. എങ്കിലും ജലത്തിൽ ലയിക്കാത്തതിനാൽ അവയെ നമ്മൾ എന്തിൻ്റെ കൂട്ടത്തിൽ കൂട്ടാറില്ല? ആൽക്കലിയായിട്ട് കണക്കാക്കാറില്ല. ഓക്കെ, ദെൻ ഇതാണ് ആൽക്കലികളെ കുറിച്ച് പറയാനുള്ളത്. ഇനി ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്വഭാവമുള്ള ലോഹ ഓക്സൈഡുകളെ പൊതുവെ നമ്മൾ എന്തെന്ന് പറയും? ആംഫോടെറിക് ഓക്സൈഡുകൾ എന്ന് പറയും. അവ ആസിഡിൻ്റെ ഗുണവും കാണിക്കും, ബേസിൻ്റെ സ്വഭാവവും കാണിക്കും. അപ്പോൾ ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്വഭാവമുള്ള ലോഹ ഓക്സൈഡുകളെ പൊതുവെ ആംഫോടെറിക്, ആസിഡിൻ്റെ സ്വഭാവവും കാണിക്കും, ബേസിൻ്റെ സ്വഭാവവും കാണിക്കും. എക്സാമ്പിൾ ഏതാണ്? Al2O3 ZnO. ഓർത്തു വയ്ക്കണം കേട്ടോ. ആംഫോടെറിക് ഓക്സൈഡിന് എക്സാമ്പിളാണ് Al2O3 ZnO. ഈ ആംഫോടെറിക് ഓക്സൈഡിന് ആസിഡുകളുമായും ബേസുകളുമായും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ സാധിക്കും. ഓക്കെ, ആംഫോടെറിക് ഓക്സൈഡിന് ആസിഡുമായിട്ടും ബേസുമായിട്ടും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ സാധിക്കും. ഇനി കുറച്ചു ഓക്സൈഡിൻ്റെ പേര്, അതായത് കാസ്റ്റിക് സോഡ, ഇത് രാസനാമം ഓർത്തിരിക്കുക. രാസനാമം ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. അതായത് കാസ്റ്റിക് സോഡയുടെ രാസനാമം എന്താണ്? രാസസൂത്രം അങ്ങനെ ചോദിക്കാറില്ല, രാസനാമം ചോദിക്കാറുണ്ട്. കാസ്റ്റിക് സോഡയുടെ രാസനാമം എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് സോഡ അതിൽ തന്നെ ഉണ്ട്, സോഡ, സോഡിയം ഹൈഡ്രോക്സൈഡ്. ദെൻ മിൽക്ക് ഓഫ് ലൈം, മിൽക്ക് ഓഫ് ലൈം എന്നറിയപ്പെടുന്നത് എന്താണ്? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പോൾ മിൽക്ക് ഓഫ് ലൈം എന്നറിയപ്പെടുന്നത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. കാസ്റ്റിക് പൊട്ടാഷ് എന്നറിയപ്പെടുന്നത് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, അപ്പോൾ കാസ്റ്റിക് സോഡ എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH. മിൽക്ക് ഓഫ് ലൈം എന്താണ്? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് CaOH2. കാസ്റ്റിക് പൊട്ടാഷ് എന്താണ്? പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് KOH. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. കാസ്റ്റിക് സോഡയുടെ രാസനാമം, മിൽക്ക് ഓഫ് ലൈമിൻ്റെ രാസനാമം, കാസ്റ്റിക് പൊട്ടാഷിൻ്റെ രാസനാമം. ആസിഡുകളെയും ആൽക്കലികളെയും കുറിച്ചുള്ള ശാസ്ത്രീയമായ സിദ്ധാന്തം ആദ്യമായിട്ട് അവതരിപ്പിച്ചതാരാണ്? അരീനിയസ് ആണ്. ആസിഡുകളെക്കുറിച്ചും ആൽക്കലികളെക്കുറിച്ചുമുള്ള ശാസ്ത്രീയമായ സിദ്ധാന്തം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് അരീനിയസ് ആണ്. ഇനി ജലീയ ലായനിയിൽ അരീനിയസിൻ്റെ സിദ്ധാന്തമാണ് ഈ പറയുന്നത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസ്, അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം അനുസരിച്ച് എന്താണ് ആസിഡ്, എന്താണ് ബേസ് എന്നാണ് ഈ പറയുന്നത്. ജലീയ ലായനിയിൽ H+ അയോണുകൾ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവയാണ് ആസിഡുകൾ എന്നും OH- അയോണുകൾ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവയാണ് ബേസുകളും എന്നാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം. അത് നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം, അരീനിയസ് സിദ്ധാന്തം എന്താണ്? അരീനിയസ് കോൺസെപ്റ്റ് എന്താണ്? ജലീയ ലായനിയിൽ H+ അയോണുകൾ, ഹൈഡ്രജൻ അയോണുകളെ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവർ ആസിഡും, ഹൈഡ്രോണിയം അയോണുകൾ, OH- അയോണുകളെ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവർ ബേസുകളും. ഇതാണ് നമ്മുടെ അരീനിയസിൻ്റെ കോൺസെപ്റ്റ്. ഓക്കെ,
അപ്പോൾ ആസിഡിനെ കുറിച്ചും ബേസിനെ കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത്ര തന്നെയുള്ളൂ. ഇനി നിർവീരീകരണ പ്രവർത്തനം, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. അതായത് ഒരു ആസിഡും ബേസും പരസ്പരം പ്രവർത്തിച്ച് അവരുടെ രണ്ടുപേരുടെയും ഗുണങ്ങൾ പരസ്പരം ഇല്ലാതാകുന്ന രാസപ്രവർത്തനങ്ങളെയാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ NaOH ഒരു ബേസും പ്ലസ് HCl ഒരു ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യാണ്. റിയാക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫോം ചെയ്യും? NaCl ഒരു സോൾട്ടും പ്ലസ് വാട്ടറും. ഓക്കെ, അപ്പോൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്താണ്? ആസിഡും ബേസും തമ്മിൽ പ്രവർത്തിച്ച് അവയുടെ ഗുണങ്ങൾ പരസ്പരം ഇല്ലാതെയാകുന്ന രാസപ്രവർത്തനങ്ങളെയാണ് നിർവീരീകരണ പ്രവർത്തനം അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യമാണ്, ആസിഡിനെ കുറിച്ച് പറയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ആൻറ്റാസിഡ്സ്. ആൻറ്റാസിഡ്സ് എന്താണ്? ആൻറ്റാസിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ ആമാശയത്തിൽ എന്തുണ്ട്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. ആമാശയത്തിൽ ദഹനത്തെ സഹായിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ആസിഡിൻ്റെ അംശം കൂടുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ വയറെരിച്ചിൽ, പുളിച്ചു തികട്ടൽ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് കാലക്രമേണ വല്ല പെപ്റ്റിക് അൾസറോ അല്ലെങ്കിൽ ക്യാൻസറോ തുടങ്ങിയവയ്ക്കൊക്കെ കാരണമാകും. അപ്പോൾ ആമാശയത്തിൽ അസിഡിറ്റി കുറയ്ക്കാൻ നൽകുന്ന ഔഷധങ്ങളെയാണ് ആൻറ്റാസിഡ്സ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ആമാശയത്തിൽ അസിഡിറ്റി കുറയ്ക്കാൻ നൽകുന്ന ഔഷധങ്ങളാണ് ആൻറ്റാസിഡ്സ്. ആൻറ്റാസിഡ്സിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കാൽഷ്യം കാർബണേറ്റ്, അലൂമിനിയം കാർബണേറ്റ്, അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം ബൈകാർബണേറ്റ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് മുതലായ പദാർത്ഥങ്ങൾ, രാസപദാർത്ഥങ്ങളാണ് ആൻറ്റാസിഡ്സിലെ പ്രധാന ഘടകങ്ങൾ. ഓർത്തിരിക്കണം കേട്ടോ. കാൽഷ്യം കാർബണേറ്റ്, അലൂമിനിയം കാർബണേറ്റ്, അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം ബൈകാർബണേറ്റ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്നിവയാണ് ആൻറ്റാസിഡ്സിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഇനി ലവണങ്ങൾ, നമ്മുടെ സോൾട്ട്. എന്താണ് ലവണങ്ങൾ? ആസിഡും ആൽക്കലിയും പൂർണ്ണമായി പ്രവർത്തിച്ച് ലവണവും ജലവും ഉണ്ടാകുന്നു. നമ്മൾ നേരത്തെ എന്ത് എക്സാമ്പിൾ കാണിച്ചു? NaOHൻ്റെ കൂടെ HCl റിയാക്ട് ചെയ്യുമ്പോൾ NaClഉം വാട്ടർ മോളിക്യൂളും, അതായത് ആസിഡും ആൽക്കലിയും പൂർണ്ണമായും പ്രവർത്തിച്ച് ലവണം, അതായത് NaCl സോൾട്ട്, ലവണവും ജലവും ഉണ്ടാകുന്നു. ഇനി ലവണത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് അയോൺസിൻ്റെ പേരും അതിൻ്റെ സിമ്പിൾസ്, പ്രതീകങ്ങളുമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, പൊട്ടാസ്യം അയോൺ എന്ന് പറയുമ്പോൾ K+, സിങ്ക് Zn2+, ഫെറസ് Fe2+, ഫെറിക്ക് Fe3+, ഫെറസ് Fe2+, ഫെറിക്ക് Fe3+, കുപ്രസ് Cu+, കുപ്രിക്ക് Cu2+. ഓർത്തിരിക്കണം, കുപ്രസ് അയോൺ എന്ന് ചോദിച്ചാൽ Cu+ ആണ്, കുപ്രിക് എന്ന് ചോദിച്ചാൽ Cu2+ ആണ്. അതുപോലെ ഫെറസ് എന്ന് ചോദിച്ചാൽ Fe2+ ആണ്, ഫെറിക് എന്ന് ചോദിച്ചാൽ Fe3+ ആണ്. അമോണിയം അയോൺ NH4+, മാംഗനീസ് Mn2+, ഹൈഡ്രോക്സൈഡ് OH-, കാർബണേറ്റ് CO3 2-, ബൈകാർബണേറ്റ് HCO3-, നൈട്രേറ്റ് NO3-, സൾഫേറ്റ് SO4 2-, ബൈസൾഫേറ്റ് HSO4-, ഫോസ്ഫേറ്റ് PO4 3-, ഡൈ ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് H2PO4-. പ്രതീകങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ലവണങ്ങൾ വൈദ്യുതപരമായി നിർവീര്യമാണ്. കാരണം എന്താണ്? ആസിഡിൻ്റെ ചാർജും ബേസിൻ്റെ ചാർജും തമ്മിൽ പരസ്പരം പ്രവർത്തിച്ച് അതെന്താവുന്നു? ന്യൂട്രലൈസ് ആവുന്നു. സോ ലവണങ്ങൾ വൈദ്യുതപരമായി നിർവീര്യമാണ്. ഇനി ഇവിടെ കുറച്ച് ലവണത്തിൻ്റെ പേരും അവരുടെ രാസനാമവും തന്നിട്ടുണ്ട്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ PSC ഇതിൽ നിന്ന് ചോദിക്കാതെ പോവില്ല കേട്ടോ. സോ ലവണത്തിൻ്റെ പേര് തുരിശ്. നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്ന കാര്യമാണ് ഇതൊക്കെ. തുരിശിൻ്റെ രാസനാമം എന്താണ്? കോപ്പർ സൾഫേറ്റ്. തുരിശ് കോപ്പർ സൾഫേറ്റ്. അപ്പക്കാരം സോഡിയം ബൈകാർബണേറ്റ്. അലക്കുകാരം സോഡിയം കാർബണേറ്റ്. ജിപ്സം എന്താണ്? കാൽഷ്യം സൾഫേറ്റ് ആണ്. ഇന്ദുപ്പ് പൊട്ടാഷ്യം ക്ലോറൈഡ്. കറിയുപ്പ് സോഡിയം ക്ലോറൈഡ്.
ഇത്രയും കാര്യങ്ങൾ അതായത് റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ളത് മാത്രമേ ടേബിളിൽ തന്നിട്ടുള്ളൂ കേട്ടോ. തുരിശ് എന്താണ്? കോപ്പർ സൾഫേറ്റ് ആണ്. അപ്പക്കാരം സോഡിയം ബൈകാർബണേറ്റ് ആണ്. അലക്കുകാരം സോഡിയം കാർബണേറ്റ് ആണ്. ജിപ്സം കാൽഷ്യം സൾഫേറ്റ് ആണ്. ഇന്ദുപ്പ് പൊട്ടാഷ്യം ക്ലോറൈഡ്. കറിയുപ്പ് സോഡിയം ക്ലോറൈഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് pH സ്കെയിൽ. ആസിഡ് ബേസ് എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും pH സ്കെയിലും കൂടി പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഈ pH സ്കെയിൽ ആവിഷ്കരിച്ചതാരാണ്? സൊറൻസൺ ആണ് pH സ്കെയിൽ ആവിഷ്കരിച്ചത്. അപ്പോൾ എന്താണ് pH അല്ലെങ്കിൽ pH സ്കെയിൽ? അതായത് പദാർത്ഥങ്ങളുടെ ആസിഡ് അല്ലെങ്കിൽ ബേസിക് സ്വഭാവം കണ്ടുപിടിക്കുന്നതിന് ശാസ്ത്രീയമായ ഒരു മാർഗം എന്താണ്? അതിൻ്റെ pH മൂല്യം നിർണ്ണയിക്കലാണ്. ഓക്കെ, പദാർത്ഥങ്ങളുടെ ആസിഡ് അല്ലെങ്കിൽ ബേസ് സ്വഭാവം കണ്ടുപിടിക്കുന്നതിൻ്റെ ശാസ്ത്രീയ മാർഗം എന്ന് പറയുന്നത് pH മൂല്യം നിർണ്ണയിക്കലാണ്. ഓക്കെ, അപ്പം ഒരു ഡാനിഷ് സയൻറ്റിസ്റ്റായ ശാസ്ത്രജ്ഞനായ സൊറൻസൺ ആണ് pH സ്കെയിൽ ആദ്യമായിട്ട് ആവിഷ്കരിച്ചത്. ലായനിയിലെ H+ അയോണിൻ്റെ ഗാഢത അടിസ്ഥാനമാക്കിയാണ് ഈ സ്കെയിൽ രൂപപ്പെടുത്തിയത്. ലായനിയിലെ H+ അയോണിൻ്റെ ഗാഢത അടിസ്ഥാനമാക്കിയാണ് ഈ സ്കെയിൽ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ജലീയ ലായനിയിലുള്ള H+ അയോണുകളുടെ ഗാഢത അടിസ്ഥാനമാക്കി പദാർത്ഥത്തിൻ്റെ ആസിഡ് ബേസ് സ്വഭാവങ്ങൾ പ്രസ്താവിക്കുന്ന രീതിയാണ് pH സ്കെയിൽ. അതായത് H+ അയോണിൻ്റെ ഗാഢത അടിസ്ഥാനമാക്കിയാണ് ഇതിൽ pH മൂല്യങ്ങൾ പറയുന്നത്. pH സ്കെയിൽ പ്രകാരം നിർവീര്യ ലായനിയുടെ pH മൂല്യം എത്രയാണ്? 7 ആണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിർവീര്യ ലായനിയുടെ pH മൂല്യം എത്രയാണ്? 7 ആണ്. അതുപോലെ ഒരു pH സ്കെയിൽ എന്ന് പറയുന്നത് 0 to 14 ആണ് കേട്ടോ. 0 to 14 ആണ് ഒരു pH സ്കെയിലിൻ്റെ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 7 കറക്റ്റ് മിഡിൽ 7 എന്ന് പറയുന്നത് എന്താണ്? നിർവീര്യമാണ്. ഓർത്തിരിക്കണം കേട്ടോ. 7 എന്ന് പറയുന്നത് നിർവീര്യമാണ്. നിർവീര്യമായ ലായനിയുടെ pH ആണ് 7. ആസിഡുകളുടെ pH മൂല്യം 7 കുറവും ബേസുകളുടെ pH മൂല്യം 7 കൂടുതലുമാണ്. ബേസുകളുടേത് 7 കൂടുതലും ആസിഡിൻ്റെത് 7 കുറവും. അപ്പം pH മൂല്യം 2 അല്ലെങ്കിൽ 3 ഒക്കെ ഉള്ളത് എന്താണ്? ആസിഡാണ്. pH മൂല്യം 12, 13 ഒക്കെ ഉള്ളത് എന്താണ്? ബേസാണ്. ക്ലിയർ ആണല്ലോ? ഇതിനാണ് pH സ്കെയിൽ യൂസ് ചെയ്യുന്നത്, ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്വഭാവം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ആസിഡുകളുടെ pH മൂല്യം 7 കുറവും ബേസുകളുടേത് 7 കൂടുതലുമായിരിക്കും. അതാണ് ഒരു ഫിഗർ അവിടെ കൊടുത്തേക്കുന്നത്. നിർവീര്യം 7ഉം അതിന് മുകളിലോട്ട് അതായത് 14നും 7നും ഇടയ്ക്ക് ബേസിക് ക്യാരക്ടറും 7നും 0ക്കും അതായത് 7 തൊട്ട് 0 വരെ അല്ലെങ്കിൽ 1 വരെ അസിഡിക് ക്യാരക്ടറുമാണ്. അതനുസരിച്ചുള്ള നിറങ്ങളും അതിൻ്റെ pH മൂല്യങ്ങളുമാണ് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി കേട്ടോ. നമ്മൾ pH സ്കെയിൽ പറഞ്ഞ പോലെ തന്നെയാണ് pH മീറ്റർ കൊണ്ട്, അതായത് ജലീയ ലായനികളുടെ pH നിർണ്ണയിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് pH മീറ്റർ. pH മീറ്ററിൽ എന്താ ഉള്ളത്? 2 ഇലക്ട്രോഡുകൾക്കിടയിലുള്ള വോൾട്ടേജ് അളന്നതിന് ശേഷം അതിന് ഈക്വലായിട്ടുള്ള pH മൂല്യത്തിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ pH മീറ്ററിൽ 2 ഇലക്ട്രോഡുകൾക്കിടയിലുള്ള വോൾട്ടേജ് ആദ്യം എടുക്കും. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യും? അതിന് തുല്യമായിട്ടുള്ള pH മൂല്യത്തിലോട്ട് അതിനെ മാറ്റും. ഓക്കെ, എന്തിലാണ്? pH മീറ്ററിൽ. ഓക്കെ, ഈ ഉപകരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം pH മീറ്ററിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഒരു പ്രോബാണ്. അതായത് കമ്പിൻ്റെ ആകൃതിയിലുള്ള ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച രൂപത്തിൻ്റെ അഗ്രഭാഗത്ത് ഘടിപ്പിച്ചിട്ടുള്ള ഒരു സെൻസറാണ് ആ pH നിർണ്ണയിക്കുന്നത്. പ്രോബ് ലായനിയിൽ നിക്ഷേപിച്ചാണ് pH കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ pH മീറ്ററിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് നിങ്ങൾ ഇത്രത്തോളം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളൂ. ഇനി കാർഷിക വിളകൾക്ക് യോജിച്ച മണ്ണിൻ്റെ pH എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. കാർഷിക വിളകൾക്ക് യോജിച്ച മണ്ണിൻ്റെ pH എത്രയാണ്? 6.5 to 7.2 ആണ്. 6.5 to 7.2 ആണ് കാർഷിക വിളകൾക്ക് യോജിച്ച മണ്ണിൻ്റെ pH എന്ന് പറയുന്നത്. ഇനി വസ്തു കൊണ്ട് അതിന് ആസിഡിൽ ഏത് നിറം കാണിക്കും, ആൽക്കലിയിൽ ഏത് നിറം കാണിക്കും എന്നാണ് കൊടുത്തേക്കുന്നത്. അതായത് നീല ലിറ്റ്മസ് പേപ്പർ
ആസിഡിലും ചുവപ്പായിരിക്കും, ആൽക്കലിയിൽ നീലയായിരിക്കും. ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ ചുവപ്പായിരിക്കും, ആൽക്കലിയിൽ നീലയായിരിക്കും. ഓക്കെ, ഇനി ഫിനോഫ്തലിൻ്റെത് ഓർത്തിരിക്കണം, ചോദിക്കാറുണ്ട്. ഫിനോഫ്തലിന് ആസിഡിൽ നിറമില്ല, ആൽക്കലി ബേസിൽ പിങ്ക് നിറമാണുള്ളത് ഫിനോഫ്തലിന്. ഓക്കെ, ഫിനോഫ്തലിന് ആസിഡിൽ നിറമില്ല, ആൽക്കലിയിൽ പിങ്ക് നിറം. ഇനി ഇതുപോലെ തന്നെ ഫിനോഫ്തലിൻ പോലെ തന്നെ വേറൊരാളാണ് മീഥൈൽ ഓറഞ്ച്. മീഥൈൽ ഓറഞ്ചും ഇൻഡിക്കേറ്റേഴ്സ് ആണ്. മീഥൈൽ ഓറഞ്ചിൻ്റെ നിറം എന്താണ്? ആസിഡിൽ ഇളം പിങ്കും ബേസിൽ ആൽക്കലിയിൽ ഇളം മഞ്ഞയും. ഓക്കെ, ആസിഡിൽ ഇളം പിങ്കും ബേസിൽ അല്ലെങ്കിൽ ആൽക്കലിയിൽ ഇളം നീലയും. ഓക്കെ, ഇത്രയും കാര്യങ്ങളും കൂടി ഓർത്തിരിക്കണം. ദെൻ ഓക്കെ, നമ്മൾ ഈ ലവണങ്ങളുടെ കേസ് പറഞ്ഞ സമയത്ത്, അതായത് ലവണങ്ങൾ ഉരുകുകയോ അല്ലെങ്കിൽ ജലത്തിൽ ലയിക്കുകയോ ചെയ്യുമ്പോഴാണ് പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും അതിൽ നിന്ന് സ്പ്ലിറ്റ് ആവുന്നത്. ഓർത്തിരിക്കുക കേട്ടോ. അത് ലവണങ്ങൾ വൈദ്യുതപരമായി നിർവീര്യമാണെന്ന് നമ്മൾ പറഞ്ഞു. അവയിലെ പോസിറ്റീവ് അയോണുകളുടെയും നെഗറ്റീവ് അയോണുകളുടെയും ചാർജുകളുടെ തുക 0 അതുകൊണ്ടാണ് ലവണങ്ങൾ വൈദ്യുതപരമായി നിർവീര്യമാണെന്ന് പറയുന്നത്. ഇനി ഞാൻ ഈ പേജ് എടുക്കാൻ കാരണം, നമ്മൾ ലവണത്തിൻ്റെ പേരും രാസനാമവും ഇനി അതിൻ്റെ ഒരു ഉപയോഗം, ഒരു ആപ്ലിക്കേഷനും കൂടെ പറഞ്ഞു പോകാനാണ്. അതായത് കറിയുപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? NaCl ആണ്. കറിയുപ്പ് സോഡിയം ക്ലോറൈഡിൻ്റെ ഒരു യൂസേജ് അല്ലെങ്കിൽ ഒരു യൂസ് എന്ന് പറയുന്നത് ശീത മിശ്രിത നിർമ്മാണം. ഓർത്തിരിക്കുക കേട്ടോ, ശീത മിശ്രിത നിർമ്മാണം. ഇനി ഇന്ദുപ്പ് എന്ന് പറയുന്നത് എന്താണ്? പൊട്ടാഷ്യം ക്ലോറൈഡ് KCl. തുരിശിൻ്റെത് എന്താണ്? കോപ്പർ സൾഫേറ്റ്. തുരിശിൻ്റെത് എങ്ങനെ എഴുതും? CuSO4 5H2O. തുരിശ് എങ്ങനെയാണ്? CuSO4 5H2O. CuSO4 5H2O. തുരിശ് എന്തിന് യൂസ് ചെയ്യും? കുമിൾനാശിനിയാണ് തുരിശ്. ഓർത്തിരിക്കണം കേട്ടോ, കുമിൾനാശിനിയാണ് തുരിശ് എന്ന് പറയുന്നത്. ദെൻ തുരിശ് കഴിഞ്ഞു, ഇന്ദുപ്പ് കഴിഞ്ഞു, കറിയുപ്പ് കഴിഞ്ഞു. അടുത്തത് അപ്പക്കാരം എന്താണ്? സോഡിയം ബൈകാർബണേറ്റ്, അതായത് NaHCO3. സോഡിയം ബൈകാർബണേറ്റ് NaHCO3. ഇനി അലക്കുകാരത്തിൻ്റെ ഇതെന്താണ്? രാസസൂത്രം എന്താണ്? Na2CO3 10H2O. Na2CO3 10H2O അലക്കുകാരം സോഡിയം കാർബണേറ്റ്. അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കാറുണ്ട്. അലക്കുകാരം അതായത് സോഡിയം കാർബണേറ്റ് എന്തിനു ഉപയോഗിക്കാറുണ്ട്? ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കാറുണ്ട്. ഇനി ജിപ്സം, അതും കൂടെ അല്ലേ ഉള്ളൂ. ജിപ്സം എന്ന് പറയുന്നത് കാൽഷ്യം സൾഫേറ്റ് CaSO4 2H2O. CaSO4 2H2O ആണ് ജിപ്സം. അതെന്തിനു ഉപയോഗിക്കും? സിമൻറ്റിൻ്റെ നിർമ്മാണത്തിനൊക്കെ ജിപ്സം ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. നമ്മളിവിടെ ഒരു ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞു, സൂചകങ്ങളുടെ കാര്യം പറഞ്ഞു. സൂചകങ്ങൾ അതായത് ഇൻഡിക്കേറ്റേഴ്സ്. നിറം മാറ്റത്തിലൂടെ ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ. സൂചകങ്ങൾ നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? അതിൻ്റെ കളർ ചേഞ്ച് വഴി. നിറം മാറ്റത്തിലൂടെ ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സൂചകങ്ങൾ എന്ന് വിളിക്കുന്നത്. ലിറ്റ്മസ് പേപ്പർ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ്. അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞൾ, ചെമ്പരത്തിപ്പൂവ്, ബീട്രൂട്ട് തുടങ്ങിയ സസ്യഭാഗങ്ങൾ സൂചകങ്ങളായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടി ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമുക്ക് പറയാനുള്ളത് ആസിഡിൻ്റെ ഉപയോഗവും ബേസിൻ്റെ ഉപയോഗവും. പിന്നെ കാർഷിക വിളകൾക്ക് അനുയോജ്യമായ, അതിപ്പം PSC ചോദിച്ച ക്വസ്റ്റ്യനാണ്. കാർഷിക വിളകൾക്ക് യോജിച്ച മണ്ണിൻ്റെ pH എത്രയാണ്? 6.5 to 7.2. ഓക്കെ,
ഓക്കെ. പിന്നെ അവിടെ ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ക്യാരറ്റ്, ക്യാബേജ് തുടങ്ങിയ വിളകൾക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ pH എന്ന് പറയുന്നത് 7 മുതൽ 8 വരെയാണ്. ക്യാബേജ്, ക്യാരറ്റ് തുടങ്ങിയ വിളകൾക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ pH എന്ന് പറയുന്നത് 7 മുതൽ 8 വരെയാണ്. ഇനി pH 5 മണ്ണിലാണ് ഉരുളൻകിഴങ്ങ് വിളകൾ വിളയുന്നത്. ഓക്കെ, അപ്പോൾ pH 5 ഉരുളൻകിഴങ്ങ് വിളകൾക്ക് ഉത്തമമാണ്. അപ്പോൾ ക്യാരറ്റ്, ക്യാബേജ് തുടങ്ങിയ വിളകൾക്ക് അനുയോജ്യമായ pH 7 മുതൽ 8 വരെയും pH 5 മണ്ണ് എന്തിനു ഉപയോഗിക്കാം? ഉരുളൻകിഴങ്ങ് വിളകൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇതാണ് ആസിഡുകളും അവയുടെ ഉപയോഗവും. ഇത് ചോദിക്കാറുണ്ട്, ആസിഡുകളും അവയുടെ ഉപയോഗങ്ങളും. അപ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് വിനാഗിരിയിൽ എന്താണ്? അസറ്റിക് ആസിഡാണ്. വിനാഗിരിയിൽ എന്ത് യൂസ് ചെയ്യും? വിനാഗിരി എന്തിന് യൂസ് ചെയ്യും? അച്ചാറുകളിലും മറ്റു ഭക്ഷ്യവസ്തുക്കളിലും വിനാഗിരി ഉപയോഗിക്കാറുണ്ട്. അടുത്ത സിട്രിക് ആസിഡ്. ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കാനും പാനീയങ്ങളിലും എന്തുപയോഗിക്കാറുണ്ട്? സിട്രിക് ആസിഡ് ഉപയോഗിക്കാറുണ്ട്. ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കാനും പാനീയങ്ങളിലും സിട്രിക് ആസിഡ് ഉപയോഗിക്കാറുണ്ട്. ഇനി നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും രാസവളം, പെയിൻറ്റ്, ഡൈ തുടങ്ങിയവ നിർമ്മാണത്തിന്. സൾഫ്യൂരിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററി. ടാനിക് ആസിഡ് മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണം. അതിന് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ടാനിക് ആസിഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വിനാഗിരി എന്തിനാണ്? അച്ചാറുകളിലും മറ്റ് ഭക്ഷ്യവസ്തുക്കളിലും. സിട്രിക് ആസിഡ് ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കാൻ പാനീയങ്ങളിലും. നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും രാസവളം, പെയിൻറ്റ്, ഡൈ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന്. സൾഫ്യൂരിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററി. ടാനിക് ആസിഡ് മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണം. ഓക്കെ, ഇനി ആൽക്കലിയുടെ ഉപയോഗങ്ങൾ. ആൽക്കലി കൊണ്ടിട്ട് നമുക്ക് എന്തൊക്കെ ഉപയോഗങ്ങളുണ്ട്? സോപ്പ് നിർമ്മാണം, ഡിറ്റർജൻറ്റ് അല്ലെങ്കിൽ സെറാമിക് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, വ്യാവസായിക ആവശ്യങ്ങൾക്ക് ആൽക്കലികൾ ഉപയോഗിക്കാറുണ്ട്. മലിനജല ശുദ്ധീകരണത്തിന് എന്തുപയോഗിക്കാറുണ്ട്? ആൽക്കലികൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ആസിഡിൻ്റെത് ഓരോ പോയിൻ്റായിട്ട് തന്നെ പഠിക്കുക, എവിടെ നിന്നാണ് ചോദിക്കാന്ന് അറിയില്ല. ഇനി ബേസിൻ്റെ, ആൽക്കലിയുടെ പൊതു സ്വഭാവം, അതായത് അതിൻ്റെ ഉപയോഗങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആസിഡ്, ബേസ്, സോൾട്ട് ആ ഒരു ടോപ്പിക്ക് ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആയി. പിന്നെ ചില പദാർത്ഥങ്ങളും അവയുടെ pH മൂല്യങ്ങളും അത് ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കണം. അതങ്ങനെ ചോദിക്കാറില്ല, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലെങ്ങാനും ചോദിക്കുമോ നമുക്കറിയില്ല. അപ്പോൾ പദാർത്ഥങ്ങളും pH മൂല്യം എന്ന് പറയുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പം PSC ചോദിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചായ, കാപ്പി അതിൻ്റെയൊക്കെ pH പണ്ട് ചോദിക്കാറുള്ള സ്ഥിരം ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ചായയുടെ pH എത്രയാണ്? കാപ്പിയുടെ pH എത്രയാണ്? അപ്പോൾ ഓർത്തിരിക്കുക, ചായ ചോദിച്ചാൽ pH 5.5ഉം കാപ്പിയാണെങ്കിൽ 5ഉം. ചായയാണെങ്കിൽ 5.5, കാപ്പിയാണെങ്കിൽ 5. പാലിൻ്റെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 6.5 ആണ് കേട്ടോ. ഇനി നമ്മുടെ ഉമിനീരാണെങ്കിൽ 6.2 to 7.6. ഇനി ജലം നമ്മൾ പഠിച്ചു, നിർവീര്യമാണ്, 7 ആണ്. രക്തത്തിൻ്റെ pH എത്രയാണ്? 7.4 ആണ്. ഓക്കെ, ദെൻ ടൂത്ത് പേസ്റ്റിൻ്റെത് 8.7 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പദാർത്ഥങ്ങളും pH മൂല്യവും എന്ന് പറയുന്ന ആ ഒരു നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പദാർത്ഥങ്ങളും അവയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പദാർത്ഥങ്ങളുടെ pH മൂല്യവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. pHൻ്റെ പൂർണ്ണ രൂപം എന്താണ്? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. pH സ്കെയിലിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മൂല്യം 0 മുതൽ 14 വരെ. pH മൂല്യം 7 മുകളിലാണെങ്കിൽ ആൽക്കലി സ്വഭാവവും pH മൂല്യം 7 താഴെയാണെങ്കിൽ ആസിഡിൻ്റെ സ്വഭാവവും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പറയാനുള്ളത്. ശരിക്കും ഓരോ പോയിൻറ്റും പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.